ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഈസി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു വലിയ നേന്ത്രപ്പഴം, നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കരുത്. ഒരു വലിയ നേന്ത്രപ്പഴം ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജാറിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ അളവിൽ പാലെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പാല് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ചൂടുള്ള പാലൊന്നുമല്ല കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മളിവിടെ ഈ ഒരു രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു തരിതരിപ്പോട് കൂടിയാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കരുത്, ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമ്മളിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ പഴത്തിൻ്റെ, ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി 1/4 കപ്പ് അളവിൽ നമ്മൾ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ 1/2 കപ്പ് അളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1/2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. 125 ml കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ മിൽക്ക് മെയ്ഡ് എന്നൊക്കെ പറയുമല്ലോ, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യം ഉണ്ടെങ്കിൽ 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ 1/2 കപ്പ് അളവ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം പഞ്ചസാര നിങ്ങളെ മധുരം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കാം. തിളച്ച് വരുമൊന്നും വേണ്ട കേട്ടോ, ഒന്നൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. മൊത്തത്തിൽ ഈ ഒരു മിക്സ് ഒന്ന് ചൂടായി വരിക, ആ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടിവശത്ത് കരിഞ്ഞ് പിടിക്കാതെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചൂടായി വന്നാൽ മതി, ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് ലൈക്ക് പ്രധാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്മുടെ ചാനൽ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇഷ്ടമായോ, എന്താണ് നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്താൽ പിന്നെ അതങ്ങനെ ചെയ്തു പോവും. പിന്നെ നിങ്ങൾ പിന്നീടേക്ക് വെച്ചാൽ ചെയ്യാതെ പോവും. അധിക പേരും കാണുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ലൈക്കോ ചെയ്യാതെയാണ് പോകുന്നത്. അപ്പോൾ ഇതിവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം വീണ്ടും പറയുകയാണ്, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമ്മളിങ്ങനെ ഒന്നൊന്ന് മിക്സ് ചെയ്ത് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടാറാനായി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മളെ മിക്സ് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ മിക്സ് ഒഴിച്ച് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ മിക്സ് ബൗളിലേക്ക് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ നന്നായിട്ട് തണുത്ത് സെറ്റ് ചെയ്യാനായി ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നിങ്ങൾ ഒരു പാർട്ടി സ്പെഷ്യലായിട്ടൊക്കെ വീട്ടിൽ റെഡി ആക്കുകയാണെങ്കിൽ തലേന്ന് തന്നെ ഇങ്ങനെയുള്ളൊരു മിക്സ് റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. പാർട്ടിയുടെ അന്ന് നമുക്ക് എടുത്തിട്ട് ഫ്രൂട്ട്സ് മിക്സ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. നിങ്ങളൊരു മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഞാനിപ്പോൾ 4 മണിക്കൂറാണ് വെക്കുന്നത്. മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം, നന്നായിട്ട് തണുത്ത് സെറ്റായി വരാനും വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് റെഡി ആയതിൻ്റെ ശേഷം, തണുത്ത് സെറ്റ് ആയതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മളിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ 1/4 കപ്പ് അളവിൽ സേമിയ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ റോസ്റ്റഡ് അല്ലാത്തതാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സേമിയക്ക് ഇത്തിരി കളർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സേമിയ കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കൊണ്ടാണ് കളർഫുള്ളായി കിട്ടാനും വേണ്ടിയിട്ടാണ് കളറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒട്ടും നിർബന്ധമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കളർ ആഡ് ചെയ്യാം. സേമിയ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. സേമിയ നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ ശേഷം വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ ഇത്. ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടും സേമിയ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കാണിച്ചല്ലോ. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കാണിക്കാഞ്ഞത്. ഇതെങ്ങനെയാണോ ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടും വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നന്നായിട്ട് തണുത്ത് സെറ്റാവാനായിട്ട് വെച്ച മിക്സ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 4 മണിക്കൂറല്ല, ഒരു 5 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മണിക്കൂറിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത്. നന്നായിട്ട് തന്നെ തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലല്ലോ. ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒന്നുകൂടെ ഇത്തിരി വലിയ ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ബൗളിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഇത്തിരി ചെറുതാണല്ലോ, അപ്പോൾ വലിയൊരു ബൗളിലേക്ക് മാറ്റിയതാണ്. ഇനി നമ്മളിവിടെ ഇത്തിരി ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അനാർ എടുത്തിട്ടുണ്ട്, കറുപ്പ് കളറുള്ള മുന്തിരി എടുത്തിട്ടുണ്ട്, പച്ച കളറുള്ള മുന്തിരി എടുത്തിട്ടുണ്ട്, ആപ്പിൾ എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു 1/2 കപ്പ് വീതം എടുത്തിട്ടുണ്ട്. വീണ്ടും പറയുകയാണ്, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് അളവില്ല. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അളവിന് ചേഞ്ചസ് വരുത്താവുന്നതാണ്. പിന്നെ പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തതിൻ്റെ ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ പൈനാപ്പിളിനൊരു കയ്പ്പ് രസം വരും. അതുപോലെ തന്നെയാണ് നമ്മൾ പപ്പായ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ചില പപ്പായക്ക് കയ്പ്പ് രസം ഉണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മധുരമുള്ള ഏത് ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കഴിയുന്നതും മധുരമുള്ള ഫ്രൂട്ട്സ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പുളിരസം ഉള്ളതാവുമ്പോൾ ഇതിനായിട്ട് അങ്ങോട്ട് മാച്ച് ആവില്ല. കഴിക്കുമ്പോൾ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ വീണ്ടും പറയുകയാണ്, പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കുക, ചവർപ്പുള്ളത് എടുക്കാതിരിക്കുക. ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൈമിൽ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ കസ്കസ് ഒന്ന് വാഷ് ചെയ്തതിൻ്റെ ശേഷം ഒരു സ്ട്രെയിനറിലിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. കരടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, തിക്നെസ്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് അധികം വേണ്ട എന്നാണെങ്കിൽ അളവ് കുറക്കാം, ഇത്തിരി കൂടിയൊക്കെ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പം നമ്മൾ സെർവ് ചെയ്യാനായി ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഓരോ സ്കൂപ്പ് ഐസ്ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഓരോ സ്കൂപ്പ് ഐസ്ക്രീമും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഐസ്ക്രീം നമ്മൾ വാനിലയാണ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യം പോലെ ഫ്ലേവർ ചേഞ്ചസ് വരുത്താവുന്നതാണ്. അതിന് മുകളിലായിട്ട് ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഓരോ ചെറീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, കാണാൻ തന്നെ സൂപ്പറാണ്, അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ കൂടുതൽ താല്പര്യമായിരിക്കും. ഫലൂദ നമ്മൾ പല രീതിയിലും പല വെറൈറ്റിയിലും നമ്മൾ കഴിച്ചിട്ടുണ്ട്. പുറത്തുനിന്നൊക്കെ കഴിക്കും, നമ്മൾ വീടുകളിലും ഉണ്ടാക്കാറുണ്ട്. ഈ ഒരു രീതിയിൽ നേന്ത്രപ്പഴം വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് നല്ല വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ ഒരു പാർട്ടി സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് അങ്ങനെ റെഡിയാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളെ കമൻസും അറിയിക്കുക. ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാതെയാണ് എല്ലാവരും പോകുന്നത്. അത് ഞാൻ മുൻപത്തെ വീഡിയോയിലും ഈ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക ഇഷ്ടമായാൽ. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക്